ഇന്നത്തെ വീഡിയോ ഒരു എലൈൻ ഫ്രോക്കാണ്. ഒരു ഗ്രീൻ കളർ മെറ്റീരിയലാണ്. ഫുൾ ആൻഡ് ഫുൾ സീക്വൻസ് വർക്ക് വരുന്നതായ മെറ്റീരിയലാണ്. ഫൈനലി നമ്മൾ മെറ്റീരിയലായിട്ട് കണ്ടതിനേക്കാളും ഫ്രോക്കായിട്ട് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്ക് തന്നതായ മെഷർമെൻറ്റ് ഫ്രോക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സിമ്പിൾ മെത്തേഡാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഈ സിമ്പിൾ മെത്തേഡിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ലൈനിങ് മെറ്റീരിയലും സ്ലീവും കൂടി നല്ല ഭംഗിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ എ ലൈൻ മെറ്റീരിയൽ എടുക്കുമ്പോൾ അത്രയും മെഷർമെൻറ്റ് തന്നെ നമ്മൾ ലൈനിങ്ങും എടുക്കാറുണ്ട്. അപ്പോൾ ലൈനിങ് കുറച്ചെടുത്താലും നല്ല ഭംഗിയിൽ നമുക്ക് എ ലൈൻ ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള. വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ മെയിൻ മെറ്റീരിയലിനേക്കാളും ലെങ്ത്ത് കുറച്ച് ഒരു 5-6 ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ട് നമ്മൾ എടുത്താൽ മതി. അപ്പോഴും നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സാധാരണ ചുരിദാറും ഫ്രോക്കൊക്കെ ആണെങ്കിൽ അടിയിലേക്ക് ലൈനിങ് മെറ്റീരിയൽ തൂങ്ങി കിടക്കുന്നത് കാണാം. അത് ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 5-6 ഇഞ്ച് ലെങ്ത്ത് കുറച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് തുണി മതി. നല്ല ഭംഗിയും ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ വീതി ആണെങ്കിലും എ ലൈൻ ഫ്രോക്കിൻ്റെ അത്രയും വീതി വേണമെന്നില്ല. ആ വീതിക്ക് നമുക്ക് ഹിപ്പ് വരെയുള്ള വീതി മാത്രമേ കറക്റ്റായിട്ടുള്ള വീതി വേണ്ടോ. അതിൻ്റെ താഴേക്കാണെങ്കിൽ ഒരു സ്ലിറ്റ് പോലെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നടക്കുമ്പോൾ കാല് തട്ടുമില്ല. പക്ഷേ നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്യാനും പറ്റും. അങ്ങനെ ഈ 2 ടിപ്പും ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എ ലൈൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഫ്രോക്ക് ഫൈനലി നല്ല ഭംഗിയുണ്ട്. ഇട്ട് കാണാനായിട്ട് ഒത്തിരി ഭംഗിയുള്ള കളറായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഫൈനലി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം. അപ്പോൾ അതാ നമ്മുടെ ഏറ്റവും അടിയിലായിട്ട് 3 ഇഞ്ച് വീതിക്ക് നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. ലൈനിങ്ങും കുറച്ച് കയറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ മാത്രമേ സെയിം മെഷർമെൻറ്റിലുള്ള ലൈനിങ് എടുത്തിട്ടുള്ളൂ. പിന്നെ താഴേക്ക് അങ്ങോട്ട് ഒരു സ്ലിറ്റ് ഇട്ടിട്ടാണ് നമ്മുടെ ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും യൂസ് ചെയ്യണേ.